എനിക്ക് വറുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അലർജിയാന്ന് ചൊറിച്ചില്ലാന്നൊക്കെ പറയുന്നുണ്ട് മുട്ടൂസി. നമുക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് എനിക്ക് വറുത്തത് വല്ലതും തരണം. അത്രയും തന്നാലൊന്നും ഞാൻ മരുന്ന് പറഞ്ഞു കൊടുക്കുകയില്ല. ഇനിയും പറയാം. അലർജി ചൊറിച്ചില്ലാന്നല്ലേ പറഞ്ഞേ. മഞ്ഞളും കരിവേപ്പിലയും കൂടി അരച്ച് 1 മാസം തുടർച്ചയായിട്ട് കഴിക്കണേ. ഞാനിതുകൂടെ എടുത്തിട്ട് പറയാവേ. പിന്നെ കരിക്കും വെള്ളത്തിൽ ഒരു പിടി ചുവന്ന തുളസിയുടെ നീര്, തുളസിയുടെ നിൽക്കുന്ന കണ്ടില്ലേ, ഇതൊക്കെ ആ താഴെ നിൽക്കുന്നതൊക്കെ തുളസിയാണേ, ഇത് ചുവന്ന തുളസി. അതിൻ്റെ നീര് കുടിക്കുക. പിന്നെ വെട്ടുപാലത്തൈലം ചൊറിയുന്നിടത്ത് വരട്ട് നല്ലതാണ്. മഞ്ഞൾ, തുളസി, ചന്ദനം ഇതരച്ചിടും നല്ലതാണേ ചൊറിച്ചിലിന്. അതിത് കൊത്തി ഒടിച്ച് തിന്നട്ടെ. പിന്നെ ചൊറിഞ്ഞ് തടിക്കും മേത്തൊക്കെ, പുഴു തൊട്ടാലും അല്ലെങ്കിലും ഒക്കെ പൊടിയുടെ അലർജി ഒക്കെ വരുമ്പോൾ അന്നേരം ചന്ദനം, മഞ്ഞൾ, തുളസി ഇവ അരച്ചിടും നല്ലതാണ്. പാടത്താളിയുടെ ഇല അരച്ചിടുന്നതും നല്ലതാണേ. തുളസി ഇലയും മഞ്ഞളും തന്നെ അരച്ചിടുന്നതും നല്ലതാണ്. പിന്നെ ചിലപ്പോൾ ശരീരത്തിൽ പുളി പിഴിഞ്ഞ, അതായത് പാളംപുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞ ഒഴിക്കുന്നത് നല്ലതാണ്. നെല്ലിക്കാപ്പൊടി 3 ഗ്രാം വീതം 10 ഗ്രാം നെയ്യ് തുടർച്ചയായിട്ട്, ഇപ്പോൾ പഞ്ചസാര ചേർക്കാതെ ചെറുനാരങ്ങ നീര്, അത് വിറ്റാമിൻ സിയുടെ കുറവുകൊണ്ടൊക്കെ വരുന്ന ചൊറിച്ചിലിനൊക്കെ നല്ലതാണ്. താന്നിക്കകത്തോടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചേരിൻ്റെ പൊട്ടിച്ചൊറിഞ്ഞ് കഴിഞ്ഞാൽ താന്നി കഷായം വെച്ച് അതിനകത്ത് കുളിക്കുക. താന്നിയുടെ തൊലി അരച്ചിടുക. പിന്നെ ചൊറിച്ചിലിന് തേങ്ങാപ്പാൽ പുരട്ടുക. കോവലിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞ നീര് പുരട്ടുക. ഞാനിതൊക്കെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ടോടി മുട്ടൂസി? ഇന്ന് ചിങ്ങ 1 ഇവിടെ കണ്ടൊക്കെ മുറിക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് കേൾക്കാവോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊക്കെ അടിയൊക്കെ വെട്ടി മുറിക്കുന്ന കേട്ടില്ലേ? ഞാനൊരു ഭാവത്താനെ പോലെ അവിടെ നിനക്ക് മരുന്ന് പറഞ്ഞു തരുന്നത്. ഒരു വൈദ്യൻ്റെ അടുത്ത് പറഞ്ഞു തരണേ എത്ര പൈസ കൊടുക്കണം? മുട്ടൂസിനൊന്നും തരണ്ടല്ലോ, വല്ലപ്പം വറുത്ത് തന്നല്ലേ ഉള്ളൂ.